ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം അലോകും അനുശ്രീയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അനുവിൻ്റെ നിർബന്ധം കാണുമ്പം അലോക് ചോദിക്കും, എന്താ അനു, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണ് നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുന്നത്. അതൊക്കെ നേരിട്ട് കാണുമ്പം നമുക്ക് സംസാരിക്കാം. നാളെ എന്തായാലും നിന്നെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ നിന്നെ കാണാനായിട്ട് വരും എന്ന് പറയാം. അത് കേൾക്കുമ്പം അലോക്, ശരി ആയിക്കോട്ടെ, നീ ഇനി അതിന് ശാഠ്യം പിടിക്കണ്ട, ഞാൻ നിന്നെ കാണാനായിട്ട് തന്നെ വന്നോളാം, അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം എന്നും പറഞ്ഞ് അലോക് ഫോൺ കട്ട് ചെയ്യുക. ഇനി ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ എനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടില്ല. അലോക് എൻ്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ എങ്ങനെ സാധിച്ചു? എന്നോട് അവൻ കാണിക്കുന്ന സ്നേഹമൊക്കെ അപ്പൊ വെറുതെ ആണോ? എന്നെ ഇത്രയും സ്നേഹിക്കുന്ന അലോകിന് എൻ്റെ അമ്മയോടും ആ ഒരു സ്നേഹം തോന്നാത്തത് എന്താ എന്നൊക്കെ അനുശ്രീയുടെ മനസ്സിൽ പല പല ചിന്തകളും കടന്നു വരികയാണ് കേട്ടോ. മീനു ചേച്ചി വെറുതെ അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുന്ന ആളൊന്നുമല്ല. മീനു ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. അത് അവൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് അനുശ്രീ ഉറപ്പിക്കുകയാണേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ അനുശ്രീ ഫ്രണ്ടിനെ കാണാനുണ്ട് എന്നും ഗോമതിയോട് കള്ളം പറഞ്ഞ് അലോകിനെ കാണാനായിട്ട് പോകുക. അപ്പം അവർ പതിവ് കാണുന്ന സ്ഥലത്ത് വെച്ചാട്ടോ കണ്ടുമുട്ടുന്നത്. അവിടെ ചെല്ലുമ്പം തന്നെ അലോക് അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, എന്തു പറ്റിയാനു, നീ എന്നെ കാണണമെന്ന് എന്താ നിർബന്ധം പിടിച്ചത്? നിന്റെ ഇന്നലത്തെ സംസാരമൊക്കെ കേട്ടപ്പം എനിക്ക് ആകെ ടെൻഷനായി. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ മീനാക്ഷി അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതുകൊണ്ടാണോ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുക. അതൊന്നുമല്ല, എനിക്ക് നിന്നോട് കണ്ട് ചില കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു, അതിനായിട്ട് ഞാൻ നിന്നെ കാണണമെന്ന് വാശി പിടിച്ചത്. ദേ അനു, പിന്നെയാണെങ്കിലും നമുക്ക് സംസാരിക്കായിരുന്നല്ലോ. ഇന്ന് അച്ഛൻ്റെ കൂടെ മന്ത്രിയെ കാണാനുള്ളതായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടിയാ അത് വേണ്ടത് വെച്ചത്. ഞാൻ അതൊന്നും കേൾക്കാനല്ല അലോക് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥയിലും അല്ല. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അന്ന് ദേവിമല ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ അപകടം സംഭവിച്ചത് എന്ന് അലോകിനോട് ചോദിക്കും. അത് കേൾക്കുമ്പോൾ അലോക് പറയും, അത് പിന്നെ നീ എന്തൊക്കെയാണോ എന്നോട് ചോദിക്കുന്നത്? അതിപ്പോൾ ഞാനെങ്ങനെ അറിയാനാ? ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് അലോക് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇനി പുതിയ കള്ളങ്ങളൊന്നും എൻ്റെ മുന്നിൽ പറയാനായിട്ട് നോക്കണ്ട. സത്യം എനിക്ക് കേൾക്കണം. നിന്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണം. എൻ്റെ അമ്മയുടെ കാലിൽ ആണി തറച്ച് കയറിയതൊക്കെ ഞാനും കൂടി ദൃസാക്ഷിയാ. അവിടെ കൊണ്ട് ആരോ ആണി ഇട്ടതാണെന്ന് അപ്പം തന്നെ ഏട്ടന്മാർക്ക് മനസ്സിലാക്കുകയും ചെയ്തതാ. പക്ഷേ അത് നീയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് ആ വീട്ടിൽ അത്രയേറെ പ്രശ്നങ്ങൾ നടന്നപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ സത്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞേനെ. നിനക്ക് എങ്ങനെ തോന്നിയിടാ എൻ്റെ അമ്മയെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കാൻ എന്ന് ചോദിക്കാം. ദേ അനു, ഞാൻ അപ്പച്ചിയെ കൊല്ലാനൊന്നും നോക്കിയതല്ല. നിനക്കറിയാലോ, ദേവമംഗലത്തുള്ളവരോടൊക്കെ എനിക്ക് ദേഷ്യമുണ്ട്. ആ ഒരു ദേഷ്യത്തിന് നിങ്ങളുടെ പൂജയൊന്നും മുടങ്ങണം, അന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അല്ലാതെ അപ്പച്ചിയെ ഞാൻ അപകടപ്പെടുത്താനൊന്നും മനഃപൂർവ്വം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം. ഓഹോ, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നീ തന്നെയായിരുന്നല്ലേ? ഞാനല്ല, നിന്റെ ചേട്ടന്മാർക്ക് സംശയമാണ്. അവരുടെ സംശയത്തിൻ്റെ പേരിലാണ് എന്നോട് വഴക്കുണ്ടാക്കിയെന്നൊക്കെ പറയുന്ന ഞാൻ കരുതിയത്. അപ്പം നീ തന്നെയാണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് ചോദിക്കുകയാണ്. അല്ലനു, ഞാൻ അപ്പച്ചയെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതുപോലെ ആണല്ലോ നിന്റെ സംസാരത്തിൽ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. പൂജ മുടക്കണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. നീ എന്തൊക്കെയാ അലോകി ചെയ്തു വെക്കുന്നത്? അപ്പം നിനക്ക് എന്നോടുള്ള സ്നേഹവും വെറും പ്രതികാരത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? നീ എന്നെ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒരിക്കലും സ്നേഹിച്ചിട്ടല്ലേ അലോക്? അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ നിനക്ക് ഒരിക്കലും തോന്നില്ല. എൻ്റെ അമ്മ മാത്രമല്ലല്ലോ, നിന്റെ അപ്പച്ചി കൂടിയല്ലേ, നിന്റെ അച്ഛൻ്റെ സ്വന്തം പെങ്ങളല്ലേ. ആ സ്നേഹവും പരിഗണനയൊന്നും നീ എൻ്റെ അമ്മയോട് കാണിക്കണ്ട. പക്ഷെ മനുഷ്യത്വമെങ്കിലും നിനക്ക് തോന്നേണ്ടതായിരുന്നില്ലേ? അതുപോലും തോന്നിയില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് വല്ല സംഭവിച്ചു പോയായിരുന്നെങ്കിൽ എനിക്ക് എന്ത് വലിയ നഷ്ടം ഉണ്ടാവുന്നതെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അനു, ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല. നിന്നെ വേദനിപ്പിക്കണമെന്നും കരുതിയിട്ടില്ല. അപ്പച്ചിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരാണ് തറച്ച് കാല് വീണെന്നും കരുതി എന്ത് സംഭവിക്കാനാ? ആ പൂജ മുടങ്ങണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിനക്കറിയാവുന്നതല്ലേ നിന്റെ ചേട്ടന്മാരെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയുള്ളൊരു ദേഷ്യം എനിക്ക് അവരോടുണ്ട്, നിങ്ങളുടെ കുടുംബത്തോടും ഉണ്ട്. അതിനപ്പുറം നിന്നോട് എനിക്കുള്ള സ്നേഹത്തിൽ ഒരു കളങ്കവുമില്ല. നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്നേഹത്തെ നീ ഇങ്ങനെ തെറ്റായിട്ട് കാണരുതാനു. അതെനിക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കും. പക്ഷേ നിന്നെ നഷ്ടപ്പെടുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കില്ല. നിന്റെ അമ്മയ്ക്കിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അപ്പച്ചി ജീവനോടെ അവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അലോകിൻ്റെ വിട്ടതിനിട്ട് നല്ലൊരു അടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അനുശ്രീ. അപ്പോഴത്തേക്കും അലോക് ഞെട്ടിത്തെറിച്ച് കവിളി കൈയും വെച്ച് നിൽക്കുക. നീ എന്താ അനു എന്നെ കാണിച്ചത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിടുമെന്നാണോ നീ കരുതിയത്? നീ എൻ്റെ അമ്മയുടെ ജീവൻ എടുക്കാനാണ് അലോക് നോക്കിയത്. ഇതിലും ഭേദം നിനക്ക് എന്നെ അങ്ങ് കൊല്ലത്തില്ലായിരുന്നോ? നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ. നിന്റെ അമ്മയോടോ കുടുംബത്തിലുള്ളവരോടോ ഞാൻ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ? നിനക്ക് എങ്ങനെ തോന്നിയടാ എൻ്റെ അമ്മേനെ ഈ രീതിയിൽ ഉപദ്രവിക്കാനായിട്ട്? എൻ്റെ കുടുംബം തകരണമെന്ന് എപ്പോഴും കരുതുന്ന നിന്റെ കൂടെ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്ക് എന്നോട് സ്നേഹമില്ല.
അപ്പോഴത്തേക്കും പെട്ടെന്ന് അലോക് പറയും, നീ എന്നെ തല്ലിക്കോ, എത്ര വേണേലും തല്ലിക്കോ, പക്ഷേ എൻ്റെ പ്രണയം തെറ്റായിരുന്നെന്ന് മാത്രം നീ പറയരുത് എന്ന് പറയണം കേട്ടോ. അപ്പം അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അനു അവിടുന്ന് നേരെ വീട്ടിലേക്ക് ഓടിപ്പോവാ. അപ്പം അലോക് ആകെ ടെൻഷനാകും. അനു എന്ന് പറഞ്ഞ് പിന്നാലെ വിളിക്കുകയാണ്. ദൈവമേ, ഇനി ഇവളുടെ പിണക്കം എങ്ങനെ മാറ്റിയെടുക്കും? ഇപ്പം ഇവക്ക് ഈ തോന്നിയ ദേഷ്യം എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്ലാനുകളും പൊളിയും. സുകന്യ ചേച്ചിയോട് വിളിച്ച് കാര്യങ്ങൾ പറയാം, സുകന്യ ചേച്ചി തന്നെ ഞങ്ങളെ സഹായിക്കും എന്നൊക്കെ അലോക് മനസ്സ് ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം നേരെ പോകുന്ന അനുശ്രീ ഗോമതിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഗോമതി അടുക്കളയിൽ ഓരോ കറികളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നാലെ ചെന്നിട്ട് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുക. അപ്പം ചോദിക്കും, എന്നിട്ട് കരയും കേട്ടോ. എന്താ മോളെ, എന്താണ് മോളെ നിനക്ക് പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ഏയ് ഒന്നുമില്ലമ്മേ. എന്താ മോളെ, നീ കാര്യം പറ, കാര്യം പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാകുള്ളൂ. അമ്മയ്ക്ക് അന്ന് ദേവമല ക്ഷേത്രത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് ഓർത്തു പോയമ്മേ. അതോർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വന്ന് കെട്ടിപ്പിടിച്ചത്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് ഒരു ടെൻഷനും അടിക്കണ്ട, അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയാം. എങ്കിലും ആ കൃഷ്ണമംഗലത്തുള്ളവരൊക്കെ എൻ്റെ അമ്മയെ കൊല്ലാൻ വരെ നോക്കിയല്ലോ എന്നൊക്കെ ഗോമതിയോട് അനു പറയാണ്. അന്നേരം ഗോമതി പറയും, ഏയ് അങ്ങനെയൊന്നുമല്ല, അവർക്ക് ആ പൂജ മുടക്കണമെന്നേ ആഗ്രഹം കാണും, അതുകൊണ്ടാവും അലോക് അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ അവൻ എന്നെ കൊല്ലാനൊന്നും നോക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല എന്ന് ഗോമതി നമ്മുടെ അനുശ്രീയോട് പറയാണ് കേട്ടോ. അപ്പം അനുശ്രീ ഗോമതി തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. മോളെ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട, ഒന്നും സംഭവിച്ചില്ലല്ലോ അമ്മയ്ക്ക്, അതിനെപ്പറ്റി ഓർത്ത് ഇനി ടെൻഷനും ആവണ്ട. അതെ, നിൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താ നിനക്ക് കുഴപ്പം? എങ്കിലും അതൊക്കെ ആലോചിച്ചപ്പം എനിക്ക് ആകെ ടെൻഷനായമ്മ, ഞാൻ പേടിച്ചു പോയി. വീണ്ടും അങ്ങനെ വല്ല സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ് അനു കരയാണ്. നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട, മോളിപ്പോൾ പഠിത്തത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. നിനക്ക് അമിതമായിട്ട് കൂട്ടുകാരികളൊക്കെ ഉള്ള കാര്യം എനിക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിനെ കാണാൻ പോക്കും, പിന്നെ ഞാനൊന്നും പറയാത്തതാ, ഒന്ന് ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാ മോളെ എന്നും കരുതി ആവശ്യത്തിന് അധികം ആയിട്ടുള്ള ഈ കറക്കമൊന്നും അത്ര നല്ലതല്ല കേട്ടോ എന്ന് ഗോമതി നമ്മുടെ അനുശ്രീയോട് പറയണം കേട്ടോ. അപ്പം അതിനൊന്നും മിണ്ടാതെ നിൽക്കുകയാണേ. ഇതേ സമയം അലോകാണെങ്കിൽ സുകന്യയെ ഫോൺ വിളിക്കുക, എന്നിട്ട് സുകന്യയോട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോഴത്തേക്ക് സുകന്യ പറയും, അവൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത്? ഇതിന് പിന്നിൽ ആ മീനാക്ഷി ആയിരിക്കും. അന്ന് ഇവിടെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പം അനു ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് അവളെ കൊണ്ട് ഞാൻ നിൻ്റെ മുന്നിലേക്ക് വന്നത്. പക്ഷേ ഇതിപ്പം ഇന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷി അവളോട് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മീനാക്ഷി എന്നോട് വെല്ലുവിളിച്ചതാ എന്നൊക്കെ സുകന്യ അലോകിനോട് പറയാ. ഇനിയിപ്പോൾ എന്താ ചേച്ചി ചെയ്യുക? അവൾക്ക് നല്ല ദേഷ്യമായിട്ടുണ്ട്, എൻ്റെ പ്രണയത്തിൽ പോലും അവൾ സംശയിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട, അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവളെ എങ്ങനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. അനുവേ ഒരു പൊട്ടിപ്പെണ്ണ, ആരെന്ത് പറഞ്ഞാലും അവൾ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യും, നമ്മളെ വിരിക്കുന്ന വലയിൽ മൂക്കും കുത്തി വീഴുകയും ചെയ്യും. ഇപ്പം മീനാക്ഷി പറഞ്ഞപ്പം അവൾ അങ്ങോട്ട് ചാഞ്ഞില്ലേ, ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പോയി പറഞ്ഞാൽ അവൾ നമ്മുടെ വശത്തേക്ക് താനെ വന്നോളും. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അവളുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് സുകന്യ പറയാണ് കേട്ടോ അലോകിനോട്. അത് കേൾക്കുമ്പോഴാണ് അലോകിനൊന്ന് സമാധാനമാകുന്നത്. ഇതേ സമയം നമ്മുടെ മിത്രയ്ക്ക് ഒരു ലെറ്റർ കൊണ്ട് പോസ്റ്റ്മാൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാരപ്പം എനിക്കിപ്പോൾ ലെറ്റർ കൊണ്ട് തരാൻ എന്നുള്ള രീതിയിൽ മിത്ര അത് കൊണ്ടുപോയി റൂമിൽ കൊണ്ട് പൊട്ടിച്ച് വായിച്ച് നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അവൾ റിട്ടേൺ ടെസ്റ്റ് പാസ്സായി, അതുകൊണ്ടാണ് കേട്ടോ ലെറ്റർ എത്തിയിരിക്കുന്നത്. അത് വായിച്ചു നോക്കുന്ന മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുക, അവളുടെ കണ്ണുകളൊക്കെ നിറയുക. എന്നാലും ഇപ്പം തന്നെ ഈ സന്തോഷം ഞാൻ ആര്യനെ വിളിച്ച് പറയട്ടെ, എനിക്ക് ഇങ്ങനെയൊന്ന് കിട്ടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കഷ്ടപ്പെട്ടതും ആര്യന എന്ന് പറഞ്ഞ് ആര്യനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആര്യനെ ഫോൺ വിളിക്കുമ്പം ആര്യൻ എടുക്കുന്നില്ല. ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വിളിച്ചിട്ട് ഈ ആര്യൻ എന്താ ഫോൺ എടുക്കാത്തതോ? ചിലപ്പോൾ ലോഡും കൊണ്ട് പോയിരിക്കുകയായിരിക്കും, അതാവും ഫോൺ എടുക്കാത്ത. തിരിച്ച് വിളിക്കുമല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പം പറയാം. ആര്യന് വളരെ സന്തോഷമാകും എന്നൊക്കെ ചിന്തിച്ച് മിത്ര വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മുടെ മീനാക്ഷി വരുമ്പം മിത്രയുടെ ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ പെണ്ണിന് ആകെ മൊത്തം ഒരു സന്തോഷമാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി യോട് കാര്യങ്ങളൊക്കെ മിത്ര പറയുക. അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാവുക. നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നീ ഒരു നല്ല പോലീസുകാരിയായി മാറും, അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്, ഫിസിക്കൽ ടെസ്റ്റും നീ പാസ്സാകും എന്ന് ഉറപ്പ് കൊടുക്കുക. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് സന്തോഷമാവുക. ചേച്ചി പറയുന്നത് കേൾക്കുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ. ഇതേ സമയം ഇവർ തമ്മിലുള്ള ഈ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ സുകന്യ. ഇവരെന്തിനെ പറ്റി ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത്? ഇവൾ എന്ത് പാസ്സായ കാര്യമാണ്, എക്സാമിനും എല്ലാം പാസ്സായ കാര്യമാണോ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സുകന്യ ചിന്തിക്കുകയാണ് കേട്ടോ. സുകന്യ അവിടേക്ക്
ചെല്ലുക, എന്താ ഇവിടെ ഒരു സംസാരം എന്ന് അവരോട് ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മിത്ര പറയും, അത് പിന്നെ കോളേജിലെ ഓരോ കാര്യങ്ങളൊക്കെ പറയായിരുന്നു ചേച്ചി എന്ന് പറയേ. ഓഹോ, എക്സാം പാസ്സായെന്നൊക്കെ പറയുന്നത്. അപ്പം മീനാക്ഷി പറയും, കോളേജിൽ അവൾ എക്സാം പാസ്സായ കാര്യം പറഞ്ഞതാ സുകന്യ ചേച്ചി, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയും കേട്ടോ. അപ്പം കാര്യമൊന്നും വിട്ടു പറയാത്തപ്പം സുകന്യ അവിടെ നിന്ന് പോവാ. എന്നിട്ട് ചിന്തിക്കും, ഇവൾമാർ തമ്മിൽ എന്തോ കള്ളത്തരമുണ്ട്, അതെന്തായാലും കണ്ടുപിടിച്ചാൽ എനിക്കതുകൊണ്ട് ഇവിടെ പലതും ചെയ്യാമെന്നാണല്ലോ തോന്നുന്നത്. ഇത്ര രഹസ്യമായിട്ടത് വെക്കണമെങ്കിൽ എന്തോ കാര്യമുണ്ട്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് സുകന്യ ഉറപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.